താരിഫ് പ്രശ്നമാണ് ഏതാനും ദിവസമായി ഇന്ത്യൻ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകാൻ അർഹതയുള്ള കാര്യം തന്നെ, അക്കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ പതിവ് പോലെ പറയുന്നത് അമേരിക്കയെ തകർത്ത് കളയും, അതുപോലെ തന്നെ ട്രംപിനെ പാഠം പഠിപ്പിക്കും. ഇങ്ങനെ ഇന്ത്യക്ക് ഒരു ചുക്കും വരാൻ പോകുന്നില്ല. ഇന്ത്യ അത്രയും വിശാലമായ രാജ്യമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാൻ പറ്റും. നമ്മുടെ കിറ്റക്സ് സാബ് വരെ പറഞ്ഞിരിക്കുന്നു, ഈ അദ്ദേഹത്തിൻ്റെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന വസ്ത്രങ്ങൾ, കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ, അത് അമേരിക്കൻ വിപണിയിൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. അത് ഇന്ത്യൻ വിപണിയിലേക്കും തുറന്നു കൊടുക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ട് ചില വാർത്തകൾ കണ്ടത്. ആയിക്കോട്ടെ, ഇതിനൊന്നും ആർക്കും ഒരു വിരോധവുമില്ല. അമേരിക്കയോ, ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് അമേരിക്കയോ ട്രംപോ, ഇപ്പം ഇന്ത്യ എന്ത് ചെയ്താലും ഈ അമേരിക്കയ്ക്കോ ട്രംപിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇതിനിടയിൽപ്പെട്ട് വേവലാതിപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ, അതായത് അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ, അമേരിക്കൻ പൗരത്വം എടുത്തവരും അല്ലെങ്കിൽ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉള്ളവരും ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നത, ഈ വഴക്ക് നമ്മളെ അലോസരപ്പെടുത്തുന്നത് മാത്രമല്ല, നമ്മളെ ആകുലരാക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പണ്ട് മുതലേ നമ്മളൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ട്, അമേരിക്ക പോറ്റമ്മയാണ്, ഇന്ത്യ പെറ്റമ്മയാണ്. ഇവർ തമ്മിലൊരു പോരാട്ടമുണ്ടായാൽ നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. എന്തായാലും പൗരത്വം എവിടെയാണോ അവിടെയാണ് നമ്മുടെ കൂറ് എന്ന കാര്യത്തിൽ സന്ദേഹപ്പെടേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ വന്നു ചാടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏറ്റവും നല്ല ബന്ധങ്ങൾ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഈ അണുസ്ഫോടനത്തിന് ശേഷം, അതായത് ഒന്നാം വാജ്പേയി ഭരണകൂടത്തിൽ അന്ന് അണുബോംബ് പൊട്ടിച്ചതിന് ശേഷം ഇന്ത്യ അമേരിക്ക ബന്ധം അങ്ങ് തീരെ തകർച്ചയിലായിപ്പോയി. അതിനുശേഷം അത് പടിപടിയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി മോഡിയുടെ മോഡി ഹൗഡി മോഡി പരിപാടി ഹൂസ്റ്റണിൽ നടത്തിയപ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന ട്രംപ് തന്നെ വന്നു പങ്കെടുത്തു. ട്രംപ് മോഡിയെ വിശേഷിപ്പിച്ച മൈ ഫ്രണ്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇരുവരും അത്ര ഉറ്റബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം താരിഫിൻ്റെ കാര്യത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാട് അമേരിക്കയുടെ താല്പര്യമാണ് നോക്കുന്നത്, അമേരിക്കൻ ജനതയുടെ താല്പര്യമാണെന്നാണ് വൈപ്പ്. ഈ താരിഫിനെ പറ്റി പറയുമ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം ഇവിടെ $100 വിൽക്കുന്ന സാധനം ഈ 50% താരിഫൊക്കെ വരുമ്പം $150 ആവും. അത് ഇവിടുത്തെ ജനമാണ് കൊടുക്കേണ്ടത്, ഇന്ത്യക്കാരല്ല കൊടുക്കേണ്ടി വരിക. പക്ഷേ എങ്ങനെ വില കൂടുമ്പോൾ ഇവിടെ വാങ്ങാൻ ആൾ കുറയും. അത് അങ്ങനെ വരുമ്പോൾ അവിടെ ഇന്ത്യയിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക്, ഫാക്ടറികൾക്കും മറ്റും അത് അതിന് ഡിമാൻഡ് ഇല്ലാത്തൊരവസ്ഥ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. അല്ലാതെ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഈ ഇരു രാജ്യങ്ങളും നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഒരു പരോക്ഷമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. നേരിട്ട് അനുഭവിക്കുന്ന ഇവിടുത്തെ ഉപഭോക്താക്കൾ മാത്രമാണ്. അതായത് ഈ ജപ്പാനിൽ ഉണ്ടാക്കുന്ന കാർ അല്ലെങ്കിൽ ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന കാറിന് ഈ 25%, 30% അല്ലെങ്കിൽ താരിഫ് വന്നു കഴിഞ്ഞാൽ ഈ $1 ലക്ഷം ഉള്ളതിന് $1,30,000 കൊടുക്കേണ്ടി വരും ഇവിടുത്തെ കൺസ്യൂമർ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ഇതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു അലോസരം ഉണ്ടാവുന്നത് നമ്മളെല്ലാം വിഷമിപ്പിക്കുന്നു. കാരണം ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായി നടന്നവർ പെട്ടെന്നങ്ങോട്ട് വഴി പിരിയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇന്ത്യ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നു. റഷ്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നു, ചൈനയുമായി പോലും ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രംപിന് എതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന ബ്രസീലുമായിട്ടും സജീവമായ ബന്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നാനാതരത്തിലും ഇന്ത്യ പുതിയ വഴികൾ തേടുന്നു ഇന്ത്യയുടെ പ്രോഡക്ട്സ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വിപണി ഇല്ലെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ബസ്മതി അരി മുഴുവൻ അവിടെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ, ഇങ്ങോട്ട് അയക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങോട്ട് അമേരിക്കയ്ക്ക് അയക്കുന്നു. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരാണത് കൂടുതലായിട്ട് വാങ്ങുന്നത്, അല്ലാത്ത കുറച്ച് പേരും വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ ബസ്മതി റൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോളറിൽ അത് അങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഇന്ത്യക്കാർ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് രൂപയായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ, വിദേശ നാണ്യം നമുക്കുണ്ടാവില്ല. എണ്ണ വാങ്ങണമെങ്കിൽ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ നമ്മൾ രൂപ കൊടുത്താൽ മതിയെന്ന് പറയുന്നു. അത് എത്ര കണ്ട് പ്രാക്ടിക്കലാണെന്ന് അറിഞ്ഞുകൂടാ. രൂപയാണെന്ന് പറഞ്ഞാൽ കൂടി അടിസ്ഥാനമായൊരു മൂല്യം നിർണ്ണയിക്കുന്നത് ഡോളറിനെ ചുറ്റിപ്പറ്റിയാണ്. ഡോളറിന് രൂപയ്ക്ക് എത്ര വിലയുണ്ട് അത് വെച്ചാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും
ഡോളറിൻ്റെ ഒരു സർവാധിപത്യം ഇപ്പോൾ നിലവിലുണ്ട്. അത് പിന്നെ ഈ ബ്രിക്സ് രാജ്യങ്ങൾ 7 രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പിന്നെ സ്വതന്ത്രമായൊരു വിപണിയും സ്വതന്ത്രമായൊരു കറൻസിയും ഒക്കെ ഉണ്ടാക്കുമെന്നുള്ളൊരു സൂചന വന്നപ്പോൾ പോലും പ്രസിഡന്റ് ട്രംപ് ശക്തമായ നിലപാട് 100% താരിഫ് ഏർപ്പെടുത്തുന്നതാണ് അന്ന് പറയുകയുണ്ടായത്. അപ്പം അങ്ങനെ പുതിയൊരു ഡോളറിനെ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാനാവുന്ന ഒരു കാര്യമല്ല. ആത്മഹത്യാപരമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ കരുത്തിനെയും തകർക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെതിരെയാണ് സ്വതന്ത്ര വിപണിയും സ്വതന്ത്രമായ മൂല്യ കറൻസിയും എന്നുള്ള നിലപാടുകളിലേക്കൊക്കെ ഈ മറ്റു രാജ്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇന്ത്യ പോലൊരു രാജ്യം, അമേരിക്കയുടെ ഒരു ഉറ്റ സുഹൃത്തായ രാജ്യം, ഒരു ജനാധിപത്യ രാജ്യം പിണങ്ങി നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഖേദകരമായൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചു പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ താരിഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട കർഷകർ അമേരിക്കയിൽ നിന്നും മറ്റും വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് സാധനങ്ങൾ, അവയെല്ലാം ഇന്ത്യൻ വിപണിയിൽ അങ്ങ് ഫ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ചെറുകിട കൃഷിക്കാർക്കൊന്നും സാധനങ്ങൾ വിൽക്കാനോ അവരുടെ സാധനങ്ങളിലെല്ലാം വില ഇടിയുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനെതിരെ ഇന്ത്യ ഗവൺമെൻറ് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇതൊന്നും അംഗീകരിക്കാനായിട്ട് ഇപ്പോൾ തയ്യാറല്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമ്മൾ വളരെ വിഷമത്തിലായിരിക്കും. നമുക്കൊരഭിപ്രായം പറയാനില്ല. നമുക്ക് ഇതിൽ ഏത് പക്ഷത്ത് നിൽക്കണം, പക്ഷം ഏതെന്ന് വ്യക്തമാണ്, അതിന് നമുക്ക് സന്ദേഹങ്ങളൊന്നുമില്ല. പക്ഷേ അതല്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന കാര്യം. നമ്മൾ ഈ ഇന്ത്യക്ക് ദോഷം വരുന്ന ഒരു കാര്യം സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഉണ്ടാവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതം ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. എന്തായാലും ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലുള്ള തീരുവകളൊന്നും നടപ്പിലാകാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അടുത്ത ആഴ്ച പ്രസിഡന്റ് ട്രംപും പുടിനും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട് അലാസ്കയിൽ വെച്ച്. അപ്പോൾ അവിടെ വെച്ച് മിക്കവാറും ഒരു ഒത്തുതീർപ്പും ആ യുദ്ധം തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റഷ്യൻ എണ്ണയുടെ പേരിലുള്ള താരിഫൊക്കെ ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ, യുദ്ധമില്ലാതാവട്ടെ. യുദ്ധങ്ങളൊന്നും സുഖമുള്ള ഒരു കാര്യമല്ല. യുദ്ധങ്ങൾ ഇല്ലാതാവട്ടെ. അതുപോലെ തന്നെ ഈ നാനാരംഗത്തും ഈ ലോകമെങ്ങും പ്രശ്നങ്ങളാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ തരം പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു വിടുതലുണ്ടാവട്ടെ, ഒരു മോചനമുണ്ടാവട്ടെ, ഒരു ശാന്തിയുടെ കാലം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.